ഹജ്ജിന് പോകാൻ പറ്റാതെ സങ്കടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഹജ്ജിന് പോകാൻ കഴിയാതെ സങ്കടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നേ? ഹജ്ജിന് പോകാൻ പാസ്പോർട്ടും കൊടുത്തു, എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ട് പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്യാൻ പറ്റാതെ ഈ വർഷം പോകാൻ പറ്റിയില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട ഹാജിമാരോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ വലിപ്പം അറിയാഞ്ഞിട്ടാ. സത്യം പറഞ്ഞാൽ അങ്ങനെ സങ്കടപ്പെടേണ്ട, അതൊരു വലിയ ഭാഗ്യമായിട്ട് കാണുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് വേണ്ടി നിയ്യത്ത് ചെയ്തു. ആ നിയ്യത്ത് ചെയ്തത് മുതൽ അത് ചെയ്യുന്നത് വരെ, ചെയ്താലും ഇല്ലെങ്കിലും ആ മനുഷ്യന് പ്രതിഫലം ഉണ്ടെന്നാ. ഒരാൾ നിയ്യത്ത് ചെയ്തു കഴിഞ്ഞാൽ ആ നിയ്യത്ത് ചെയ്തത് മുതൽ അത് ചെയ്യുന്നത് വരെ ആ നിയ്യത്തിന് വലിയ പ്രതിഫലമുണ്ട്. അപ്പൊ ഈ വർഷം ഹജ്ജിന് പോകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ട് നമ്മുടെ കാരണം കൊണ്ടല്ലാതെ ആ ഹജ്ജ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ആ ഹജ്ജ് ചെയ്യുന്ന ഒരു വർഷം കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഹജ്ജ്, ആ ഒരു വർഷക്കാലം ആ നിയ്യത്ത് ചെയ്തതിന്റെ പ്രതിഫലം ലഭിക്കുന്നത് വല്ലാത്ത ഒരു ഭാഗ്യമാണ്. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അത് വലിയൊരു ഭാഗ്യമല്ലേ? ഒരു നല്ല കാര്യം ചെയ്യാൻ നിയ്യത്ത് ചെയ്തു, നിങ്ങളൊരു സദഖ കൊടുക്കാൻ തീരുമാനിച്ചു, കൊടുത്തില്ല, ആ നിയ്യത്തിന് പ്രതിഫലമുണ്ട്. നീ കൊടുക്കുന്നത് വരെ പ്രതിഫലമുണ്ട്, കൊടുത്താലും പ്രതിഫലമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ ഹജ്ജ് ചെയ്യാൻ പറ്റാത്ത എന്റെ പ്രിയപ്പെട്ടവന് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അള്ളാഹു നമുക്ക് പോയി ഹജ്ജും ഉംറയും